ശരി. നന്ദനെ ഉദയേട്ടനും ഇല്ലാത്ത സമയം നോക്കി മനീഷ് വീട്ടിൽ വരും. ഞാൻ വരുന്ന സമയം നോക്കി അവരിത് എങ്ങോട്ടാ പോകുന്നത്? അല്ലാതെ മനീഷ് അവരെ കാണുന്നത് ഒഴിവാക്കുകയല്ല. മുമ്പ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കാണണമെന്ന ഉദ്ദേശം. എവിടെ പോയി രണ്ടാളും? നന്ദന ബാംഗ്ലൂർ ട്രിപ്പില്. ടെക്സ്റ്റൈൽസിലേക്ക് പുതിയ സ്റ്റോക്ക് ഓർഡർ ചെയ്യാൻ മാഡം നേരിട്ട് പോയിരിക്കുക. ആഡി സെയിൽസിന്റെ സീസൺ അടുത്തില്ലേ? അല്ല, ഇപ്പൊ ചേച്ചി ബിസിനസ് കാര്യങ്ങളൊന്നും ഇടപെടാറില്ലേ? ഇപ്പൊ ഷിഫ്റ്റാ. ഓരോ സീസണിലും ഓരോ ആൾക്കാ പർച്ചേസിന്റെ ചാർജ്. ഈ ഓണത്തിന് ഞാൻ ഒരാളെ കലക്കും. എന്നെ പർച്ചേസ് മാനേജർ ആക്കാന്ന് പറഞ്ഞിട്ട് അലക്കി വെളുപ്പിച്ചു. ഒരു ചാൻസ് വരട്ടെന്നേ, നമുക്ക് ശരിയാക്കാം. അല്ലെങ്കിലും മനീഷിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 50,000 രൂപ തന്നിട്ടുണ്ട് ഞങ്ങള്. അതിന്റെ പലിശ മാത്രം നോക്കിയാ ഒരുപാട് തുകയായില്ലേ? ആ പലിശ ഞാനങ്ങ് തന്നേക്കാം. അല്ലെങ്കിൽ വേണ്ട, 50,000 തന്നേക്കാം. ചുമ്മാ ഇതിരിക്കാനിയ. നന്ദനെ അളിയനെ കാണാൻ ധൈര്യമായി വന്നിരിക്കുന്നു പറഞ്ഞു. എന്ത് പറ്റി? പെങ്ങളാണ് അളിയനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ അവൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണം. ഏത് കാര്യവും മനീഷേ? എല്ലാ കാര്യവും. നന്ദന കുന്നത്തൂരിലെ വലിയ ബിസിനസ് സ്ഥാപനത്തിലെ മാഡമൊക്കെ ആയിരിക്കും. അതിപ്പോ. അതിനു മുൻപേ അവള് പനക്കൽ ശിവരാമന്റെ മോളായിരുന്നു. വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എന്റെ അമ്മയാ. അമ്മ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കാൻ വിട്ടതുകൊണ്ടാ നന്ദന ടെക്സ്റ്റൈൽസ് വിലസുന്നത്. നേഴ്സിംഗ് പഠിച്ചിരുന്നെങ്കിലേ ഏതെങ്കിലും ആശുപത്രിയിൽ ഇഞ്ചക്ഷനും കൊണ്ടിരുന്നേനെ. അല്ല, അതുകൊണ്ടിപ്പോ എന്ത് വേണമെന്നാ മനീഷ് പറയുന്നത്? അമ്മയുടെ എന്റെയും കാര്യത്തില് ഉചിതമായിട്ടൊരു നടപടി എടുക്കണം നന്ദന. കൈവിട്ടുപോയ തറവാട് വീടേ വീണ്ടെടുത്ത് തന്നുകൊണ്ട് കാര്യമില്ല. വീടിനകത്ത് കാല് നീട്ടിരുന്നാലേ വയറ് നിറയില്ല. അതിനുള്ള വഴി കൂടി കണ്ടുപിടിച്ചു തരണം. വീട് മാത്രമാണോ? സ്ഥലവും ഇല്ലേ? അവിടെ കൃഷി ചെയ്താലും ജീവിക്കാമല്ലോ. ജീവിക്കാം. കൃഷിപ്പണിക്ക് വരുന്നവർക്ക്. സ്വന്തമായിട്ട് കൃഷിപ്പണി ചെയ്തേ സർക്കാർ വരെ ഇവിടെ നഷ്ടത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ പണമാണ് വേണ്ടത്. പിന്നെ അല്ലാതെ? ഇവിടുത്തെ മുതലെടുത്ത് നന്ദന കുടുംബ വീട്ടിൽ തരണമെന്നാണോ? ആ അതെ. എന്തേ? അത് അതിമോഹമല്ലേ മോനെ മനീഷേ? നന്ദന പനിക്കൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വന്ന് കേറുമ്പോ കയ്യിലും കഴുത്തിലുമായി കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു. അത് പക്ഷേ പുതിയന്നൂരിന്ന് കൊടുത്തതാ. ആകെ മൂത്ത മരുമോള് കുന്നത്തൂരേക്ക് കൊണ്ടുവന്നതേ അത്രയും ഉരുപ്പടിയാ. അപ്പൊ ഇളയ മരുമോള് കൊണ്ടുവന്നതോ? കേക്ക്. ഇവിടം മുതൽ ഇവിടം വരെ വളയും 5 മാല ഇട്ടോണ്ടാ ഞാൻ വേളിക്ക് മണ്ഡപത്തിൽ കയറിയത്. പണം വേറെ. കുന്നത്തൂരേക്ക് അത്രയും സ്വത്ത് കൊണ്ടുവന്നിട്ടും ഞാൻ എന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് യാതൊരു വകയും കൊണ്ടുപോയിട്ടില്ല. ഒരു തേങ്ങയോ ചക്കയോ പോലും കൊടുത്തയച്ചിട്ടില്ല. തേങ്ങയും ചക്കയൊന്നും ഞങ്ങൾക്കും വേണ്ട. അത് അവിടെ ഇഷ്ടം പോലെയുണ്ട്. പണം തരുന്നതിൽ ന്യായമില്ല. അത് നന്ദന പറയട്ടെ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് പറയട്ടെ. ആര് പറഞ്ഞാലും അതൊന്നും നടക്കില്ല നീയ. അത് ശരി. അപ്പൊ നിങ്ങൾ തുണിക്കടയില് ഓണക്കച്ചവടത്തിനെ ഒരലക്കലക്കൊന്ന് പറഞ്ഞതോ? അത് കൈയിട്ട് വരലല്ലേ? ആര് പറഞ്ഞു? ബിസിനസ് കൊഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. നന്ദനം തൽക്കാലം ഒരു കാര്യം ചെയ്യട്ടെ. നാട്ടിലുള്ള 40% സ്ഥലം വിൽക്കട്ടെ. അതിന് തയ്യാറായാൽ മതി. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. ഉടനെ നന്ദനെ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സമ്മതിക്കും. നിങ്ങൾ തടസ്സം ഉണ്ടാക്കാതിരുന്നാ മതി. മനീഷ് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം വന്നിട്ട് അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്ത് വിറ്റിട്ടാണെങ്കിലും എനിക്ക് കാര്യങ്ങൾ നടക്കണം. അല്ലെങ്കിൽ മനീഷ് കുന്നത്തൂർ കോവിലകത്ത് കയറി താമസിച്ചിരിക്കും. അതെ, ബലമായിട്ട് കയറി താമസിച്ചിരിക്കും. ഇറക്കി വിട്ടാ രാത്രി ഞാനിങ്ങ് വരും. എന്തിനാ? എന്തിനാ? കവർന്നെടുക്കാൻ. മനീഷേ. അതെ, പൊന്നും പണവും കവർച്ച ചെയ്യാനെന്ന്. ഒരു മുഖംമൂടിയും കഠാരയും സംഘടിപ്പിക്കേണ്ട പാടേ ഉള്ളൂ. ചേച്ചി, നിങ്ങളുടെ മുറിയിലേക്കായിരിക്കും ഞാൻ കയറി വരുന്നത്. അതെന്തിനാ?
സകല ഷെൽഫിന്റെയും താക്കോൽ എന്റെ കൈ തരണം. അതൊന്നും എന്റെ കയ്യിലല്ല. ആ അതൊന്നും എനിക്കറിയണ്ട. എല്ലാം നിങ്ങൾ എടുത്തു വെക്കണം. ആ താക്കോൽ കൂട്ട് എന്നെ ഏൽപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബഹളം വെച്ച് പ്രശ്നമാക്കിയ നോക്ക്, കഠാരി പുറഞ്ചോരനല്ല ഞാൻ കൊണ്ടുവരുന്നത്. മനീഷിന് ഇനി ഒന്നും നോക്കാനില്ല. കേട്ടിട്ടില്ലേ, അള മുട്ടിയ ചേരയും കടിക്കുന്നു.
നീയായിരുന്നു. ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. വീട്ടിനകത്ത് കയറിയിരുന്ന് സ്വയം സൽക്കരിക്കുന്നത് കണ്ടില്ലേ? നാണോ ഇല്ലാത്തവള്. അല്ല, എന്തിനാ വെറും വെള്ളമാക്കിയത്? ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കായിരുന്നില്ലേ? നല്ലതുപോലെ പഞ്ചസാര ഇട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് വാ, ഞാൻ കുടിക്കാം. എന്റെ പട്ടി എടുത്തു തരുന്ന നിനക്ക്. അതിന് യതീന്ദ്ര സാർ ഗൾഫിലല്ലേ? എടീ, വെറുതെ പല്ല് കടിച്ച് പൊട്ടിക്കണ്ട. ഭംഗിയുള്ള പല്ലെങ്കിലും വായിലിരുന്നോട്ടെ. ഞെളിഞ്ഞിരിക്കാതെ എഴുന്നേക്കടി. എഴുന്നേക്കാൻ. ഞാൻ വിചാരിച്ചാലേ ഈ നിമിഷം നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. പോലീസ് പിടിക്കാതെ എഴുന്നേക്കാൻ എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്. എഴുന്നേൽക്കാത്ത പരുവത്തിലാക്കുന്നുണ്ട് നിന്നെ. ആ, ഇന്നലെ രാത്രി ഇവിടേക്ക് മുഖം മൂടിയെ വിട്ടത് നീയല്ലേ? ആരെയാ? മുഖം മൂടി വെച്ച ഒരുത്തൻ ഇന്നലെ ഈ വീട്ടിൽ വന്നിരുന്നു. എനിക്കറിയാം. നീ കൊട്ടേഷൻ കൊടുത്ത് ആരെയോ വിട്ടതാ. കഷ്ടം. ഈ വീടിനകത്തുനിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോവാൻ എനിക്കൊരു മുഖംമൂടിയുടെ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. പിന്നെ മുഖം മൂടിക്കൊണ്ട് ഇവിടെ നിന്നൊരു പാർട്ടി പണ്ട് എന്റെ മുറിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ആരാണെന്ന് പറയണോ? വാചകം അടിച്ചിട്ട് കാര്യമില്ല. ആ മുഖം മൂടിക്കാരൻ നിന്റെ ആള് തന്നെയാ. ഇത്രയും കേട്ടിട്ട് അത് കാർത്തികയുടെ ആളാവാനാണ് സാധ്യത. ഇന്നലെ ആദ്യമായിട്ടാണോ അതോ സ്ഥിരം വരുന്ന പുള്ളിയാണോ? ദേ, ഇതിന് മറുപടി നാക്കോണ്ടല്ല തരേണ്ടത്. എനിക്ക് വേണ്ടത് നാക്കുകൊണ്ടുള്ള മറുപടിയല്ല, പകരം പണമായിട്ട് മതി. അങ്ങനൊരു വാക്ക് നമ്മൾ തമ്മിലുണ്ട്. അതെ, ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. 10 ലക്ഷം രൂപയാ എനിക്ക് കാർത്തിക തരേണ്ടത്. കഴിഞ്ഞ തവണ പറഞ്ഞു ഇപ്പൊ കുറച്ച് തരാന്ന്. 10 ലക്ഷം തരാന്ന് ഞാൻ ഏറ്റിട്ടുമില്ല, ഞാനൊട്ട് തരികയില്ല. നിന്റെ ഓലപ്പാമ്പിനെ ഈ കളത്തിൽ ഇറക്കണ്ട സ്റ്റല്ലേ. നീ ഗർഭിണിയാണെങ്കിൽ അതിന് ഉത്തരവാദി ആരോ അയാളെ പോയി കാണും. ഇനി ആരാണെന്ന് ഉറപ്പില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? വല്ലാതങ്ങ് സ്മാർട്ടാവാതെ കാർത്തികേ, ശരിക്കും വയർക്കേണ്ടി വരും. പിന്നെ നിന്നെ പോലെ ഒരുത്തി പറയുന്നത് ഞാൻ വെള്ളം തൊടാതങ്ങ് വിഴുങ്ങണോ? 2-3 ആഴ്ചയായി നിന്നെ ഞാൻ കാണുന്നു. ഒരു ക്ഷീണമോ ചടവോ ഒന്നുമില്ല. ഇതെന്തോന്ന്, സ്പെഷ്യൽ പ്രഗ്നൻസി ആണോ? ഒരു ഗർഭക്കാരി വന്നിരിക്കുന്നു. ദാ, ഇതെന്താ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്. വായിക്കാൻ അറിയുമെങ്കിൽ വായിച്ചു നോക്ക്. പരിശോധിച്ച ഡോക്ടറുടെ പേരും ഒപ്പം സീലും ഉണ്ട്. ഇത് ഏതോ ഒരു സ്റ്റെല്ല ഗർഭിണിയാണെന്നല്ലേ ഇതിലുള്ളൂ. അത് നീ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? വീടെടുത്ത് കിടന്ന് ഉരുളാതെ എഴുന്നേക്കാൻ നോക്ക്. ഞാൻ സഹായിക്കണോ? ഇനി പണത്തിന്റെ കാര്യം പറ. ഇന്ന് എത്ര രൂപ തരും? ഇന്നിവിടെ ഒന്നും ഇരിപ്പില്ല. അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ തരുമായിരുന്നു. അതിനർത്ഥം കാർത്തിക എന്റെ ഡിമാൻഡ് അംഗീകരിച്ചു എന്നാണ്. നല്ല കാര്യം. ഞാൻ ഒരുത്തിയുടെയും ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് കാശ് വേണം, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കും. എന്നാ പിന്നെ വർത്തമാനം പറഞ്ഞ് നേരം കളയാതെ പൈസ എടുത്തോണ്ട് വാ. അല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. എവിടെ വെച്ചിരിക്കുന്നത്? മോളിലാണോ? എങ്ങോട്ടാ? അവിടെ നിൽക്ക്. പിന്നെ എങ്ങോട്ടാ ഇടിച്ചേറി പോകുന്നത്? എന്നാ പോയി പൈസ എടുത്തോണ്ട് വാ. വന്നിരിക്കുന്ന ഓരോ നാശം. അതെ, ഇവിടെ നിന്നാ മതി.
പൈസ 10,000 രൂപയുണ്ട്. വെറും 10,000 രൂപയോ? ഇതെന്തിനാ എനിക്ക്? ഇപ്പൊ ഇതേ എന്റെ കയ്യിലുള്ളൂ. ദാ ഈ 10,000 ഇയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ വേണ്ടത്. പക്ഷെ ഞാനത് എറിയുന്നില്ല. അതും ഒരു ലാക്കായി കാർത്തിക കരുതും. അതുകൊണ്ട് ഈ പൈസ ഞാൻ എടുക്കുന്നു. എന്നാ ഇത് മൊത്തം കണക്കി പെടില്ല. ചെറിയൊരു പലിശയായി വിചാരിച്ചാ മതി. ദേ ഇനിയും വരാം. അന്നേരം ചെറിയ തുക തന്ന് നഷ്ടപ്പെടുത്തണോ അതോ വലിയ എമൗണ്ട് തരണോന്ന് കാർത്തിക തീരുമാനിക്കും. അടുത്ത പ്രാവശ്യം കാണാം. അനുരാധേ, കൊച്ചിയിലെ ട്രാവൽ ഏജൻസിൽ ജോലി ചെയ്യുന്ന അനുരാധ. ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി വിളിച്ചത് നീയാണെന്ന്. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. നിനക്ക് യതിയേട്ടന്റെ ഫോൺ നമ്പർ എങ്ങനെയെങ്കിലും കിട്ടണം. എന്നിട്ട് കിട്ടിയ നമ്പറിൽ വിളിച്ച് ലോട്ടറി അടിച്ച വാർത്ത അറിയിച്ചോ. 7 ലക്ഷം രൂപ സമ്മാനം പോലും. നിന്റെ സ്വന്തം വിശേഷം അദ്ദേഹത്തോട് വിളംബരം ചെയ്തോ. ഈ മഹത്തായ ഗർഭത്തിന്റെ കാര്യം വിളിച്ചാ കിട്ടാത്ത നമ്പറും തന്നിട്ട്. അതേടി, യതിയേട്ടന്റെ അല്ല, ഉദയേട്ടന്റെ പഴയ ഒരു നമ്പറായിരുന്നു അത്. ഇപ്പൊ അത് നിലവിലേ ഇല്ല. ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല. കാർത്തികയെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. യതീന്ദ്രൻ അവർകളെ തീരെയും വെറുതെ വിടില്ല. അനുഭവിക്കും അയാള്, ശരിക്കും അനുഭവിക്കും.